ഈ വർഷത്തെ റിപ്പബ്ലിക് പരേഡിൻ്റെ ഫൈനൽ റിഹേഴ്സൽ കാണാൻ എനിക്കും അവസരം കിട്ടി. ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സീറ്റ് കിട്ടിയത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇത് 6 മണിക്ക് ഞങ്ങളവിടെ പോയി ഇരിക്കുകയാണ്. 6 മണിക്ക് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ പോയി ഇരിക്കുകയാണ്. അതുകൊണ്ട് വലിയ സ്ക്രീനിൽ ഇന്ത്യയുടെ പതാക തെളിഞ്ഞതും അവിടെ ഒരു ആരവം ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ആരവം ഒരു ഭയങ്കര ആരവം തന്നെയായിരുന്നു. എല്ലാവരും അപ്പോൾ നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മൂടൽമഞ്ഞുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇത് ആദ്യം ആയതുകൊണ്ട് സീറ്റുകളൊന്നും ഫില്ലായില്ല. പിന്നെ സീറ്റ് ഫില്ലാകാൻ തുടങ്ങി. ഇത് കണ്ടോ, ഇന്ത്യൻ പതാകയോടൊപ്പം ഇന്തോനേഷ്യയുടെ പതാക കൂടിയുണ്ട്. ഇന്തോനേഷ്യയാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേയുടെ പ്രധാന അതിഥി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. VIP റിഹേഴ്സൽ ആയതുകൊണ്ട് ശരിക്കുള്ള വാഹനങ്ങൾ തന്നെയാണ്. VIP ഫ്ലാഗ് ഓഫിനായിട്ട് വാർ മെമ്മോറിയലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതാണ്. അവിടെ ചെന്ന് ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് പരേഡിന് തുടക്കം കുറിക്കുന്നത്. മരിച്ചുപോയ ജവാന്മാരുടെ ഓർമ്മയ്ക്ക് അവിടെ റീത്ത് സമർപ്പിക്കും. അത് കഴിഞ്ഞ് ഫ്ലാഗ് ഓഫ് ചെയ്യും, ദേശീയഗാനം മുഴങ്ങും. അതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ പതാകയും ഇന്ത്യയുടെ 3 സേന, വായുസേന, കരസേന, നാവികസേനയുടെ പതാകയായിട്ട് മൂവ് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സിനെ കാണാം ഇപ്പോൾ. അതിനുശേഷം പരേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫസ്റ്റ് വരുന്നത് ഇന്തോനേഷ്യയുടെ ബാൻഡ് സംഘവും അവരുടെ പരേഡും കാര്യങ്ങളൊക്കെയാണ്. അവരാണല്ലോ ഈ അതിഥികൾ. അപ്പോൾ അവരുടെ പരേഡും കാര്യങ്ങളൊക്കെയാണ് ആദ്യം മൂവ് ചെയ്യുന്നത്. അവരുടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ഓഫീസേഴ്സ് സൈഡിൽ കൂടെ നടപ്പുണ്ട്. അവരെ നയിക്കുന്നവർ ഒരു വ്യത്യസ്തമായ ഡ്രസ്സിങ് രീതി ആയിരുന്നു അവരുടെ. ഇതിപ്പോൾ അവരുടെ കുതിരപ്പട്ടാളമുണ്ട്. അവരുടെ കുതിരപ്പട്ടാളം ഇന്തോനേഷ്യയുടെ ഫ്ലാഗുമായിട്ട് അവരുടെ കുതിരപ്പട്ടാളം മൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതാ ഇന്ത്യയുടെ യുദ്ധ വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ടാങ്കുകൾ, യുദ്ധമുഖത്തൊക്കെ ചീറിപ്പഞ്ഞ് നടക്കുന്ന ടാങ്കുകളായിരിക്കും. ഓരോ ടൈപ്പുകളാണെന്ന് തോന്നുന്നു, ഓരോ ആവശ്യങ്ങൾക്കുള്ളതായിട്ട്. അത് ഓരോരോ ഫെസിലിറ്റീസ് ഉള്ളതായിരിക്കും. അതിൻ്റെ കമാൻഡേഴ്സ് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. രാഷ്ട്രപതിക്കൊക്കെ സല്യൂട്ട് കൊടുക്കാനായിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ നൂതന സാങ്കേതിക വിദ്യകളുള്ള വാഹനങ്ങളൊക്കെ കടന്നു വരാൻ തുടങ്ങി. ആർമിയുടെ ഒരു പ്രൗഢി വിളിച്ചോതുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. ഇത് ബ്രഹ്മോസ് മിസൈലാണ് കേട്ടോ. കാണാൻ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭയം. ഇപ്പോൾ ഇത് യുദ്ധമുഖത്തൊക്കെ ഇത് അണിനിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ. ഇത് അടുത്ത ഒരു മിസൈൽ സിസ്റ്റം ആണെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ നല്ല പുതുപുത്തനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ അവലംബിച്ചിട്ടുള്ള ഒരു വാഹനമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് ബ്രിഡ്ജിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് ബ്രിഡ്ജ് ഇടാനുള്ള റെഡിമെയ്ഡ് ബ്രിഡ്ജ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് അടുത്ത മിസൈലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരു ലേഡി ഓഫീസറാണ് അതിൻ്റെ അപ്പുറത്തുള്ളത്. അവർ നമ്മുടെ വനിതാ പ്രാതിനിധ്യം കൂടെ ഇവിടെ വിളിച്ചോതുന്നുണ്ട്. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടോ. നമുക്ക് കിട്ടിയ എൻക്ലോസറിൻ്റെ അവിടേക്ക് ടാബ്ലോയിലും പ്ലോട്ടുകളും കാര്യങ്ങളും വരാണ്ടായി. അത് കുറച്ചപ്പുറത്ത് നിന്ന് അങ്ങനെ ഡൈവേർട്ട് ചെയ്തു. റിഹേഴ്സൽ ആയതുകൊണ്ട് അത് മൊത്തം കവർ ചെയ്തില്ല. അതൊരു വലിയ നഷ്ടമായി. പക്ഷെ പരേഡൊക്കെ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഓരോ റെജിമെൻറ്റിൻ്റെ ഓരോ കരസേനയുടെയും നാവികസേനയുടെയും പോലീസിൻ്റെയും NCCയുടെയൊക്കെ പരേഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ വിഭാഗങ്ങളായിട്ട് മാർച്ച് ചെയ്യാണ്. എത്ര നാളത്തെ പരിശീലനം കൊണ്ടായിരിക്കും അവർ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത്. ഭയങ്കരം തന്നെ കേട്ടോ. ഡൽഹിയിലെ തണുപ്പും കാര്യങ്ങളും എല്ലാം അവഗണിച്ചത് മാസങ്ങളോളം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ നമ്മൾ കാണുന്ന രൂപത്തിലാക്കിയെടുക്കുന്നത്. അതിന് പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നറിയും. അതുകൊണ്ട് ഒരേ രീതിയിൽ കയ്യും വീശി ഈ റൈഫിളിന് ഒരു നല്ല വെയിറ്റ് ഉണ്ടാവും. ഒരു 3-4 കിലോ ഉണ്ടാവും. എത്ര ദൂരം ഇത് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ഒരേ രീതി കയ്യും വീശിക്കൊണ്ട് സമ്മതിക്കണം. അവർക്കൊക്കെ അർഹിച്ച അംഗീകാരം തന്നെ കിട്ടണം, പ്രശംസകളും കിട്ടണം. ബാൻഡ് ഇതായത് മ്യൂസിക്കാണ്. അതിൻ്റെ ഒപ്പം അവരുടെ താളത്തിനനുസരിച്ച് അവർ ചെയ്തു പോകുന്നതാണ്. ഓരോരോ മ്യൂസിക് വായിച്ച് അതൊരു ആർമി ടീമിൻ്റെ. ഇതിപ്പോൾ നേവിയുടെ ആണെന്ന് തോന്നുന്നു. ബ്ലൂ കളറ് അതിപ്പോൾ നേവിയുടെ തന്നെ ആയിരിക്കും. ഏതിൻ്റെ ആണെങ്കിലും അതിൻ്റെ എഫേർട്ടുകളെല്ലാം ഒന്ന് തന്നെയാണ്.
ഇത് CRPFൻ്റെ ബാൻഡാണ് കേട്ടോ. അത് എല്ലാ ഫോഴ്സും ഉണ്ട്. ആർമി, പാരാമിലിറ്ററീസ്, നേവി, പോലീസ്. ഇനി ഡൽഹി പോലീസിൻ്റെ ഇത് ഡൽഹി പോലീസിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. കണ്ടോ മൊത്തം വനിതകളാണ്. ഡൽഹി പോലീസിൻ്റെ ആണ്. അതൊരു പ്രത്യേകതയായിരുന്നു. മൊത്തം വനിതകൾ അണിനിരക്കുന്ന പരേഡ്. ഇത് ഒത്തിരി വനിതാ പ്രാതിനിധ്യം ഉണ്ട് കേട്ടോ ഈ പരേഡിന്. ഒത്തിരി പേരുണ്ട്, കമാൻഡേഴ്സായിട്ടും പരേഡ് ചെയ്യുന്നവരായിട്ടും എല്ലാം. കണ്ടോ അവരുടെ കോർഡിനേഷനൊക്കെ എത്ര എഫേർട്ടോട് കൂടിയായിരിക്കും അവരത് പരിശീലിച്ച് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത് അല്ലേ. അതിന് അവരുടെ ഒരു ബാൻഡാണ്. ഡൽഹി പോലീസിൻ്റെ ബാൻഡ് തന്നെയാണ് കേട്ടോ. അത് നേരത്തെ പോയത് അവരുടെ പരേഡ് ടീമും ഇത് അവരുടെ ബാൻഡും ആണെന്ന് തോന്നുന്നു. ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒരു അണുവിട തെറ്റാതെ ആയിരിക്കും അതിൻ്റെ ഒരുക്കങ്ങൾ അവർ നടത്തുന്നത്. അയ്യോ, അതിൻ്റെ ഒരു കോർഡിനേഷൻ നോക്കുക, അടിപൊളി. അവരുടെ തലപ്പാവൊക്കെ കറക്റ്റ്, അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും, കാല് പോകുന്നതും കൈ പോകുന്നതും ആ റൈഫിൾ പിടിച്ചേക്കുന്നതും ഒരു ഡിസിപ്ലിനാണ്. അടുത്ത് എത്തിയിട്ടുണ്ട്. അത് രാജസ്ഥാൻ്റെ പരേഡാണ് കേട്ടോ. അവരുടെ ക്യാമല് ഒട്ടകമായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. അവരുടെ ഒട്ടകങ്ങളായാലും അവരെ പരിശീലിപ്പിച്ചെടുക്കണമല്ലോ. അതിനനുസരിച്ച് ആ ഋതത്തിനനുസരിച്ച് നടക്കുന്നുണ്ട് അവർ. അവരും വെൽ ട്രെയിൻഡ് ആയിരിക്കും. അതിന് മുകളിലിരിക്കുന്നവരും അതിന് പരിശീലനം ലഭിച്ചവർ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അതിനനുസരിച്ച് പോകുന്നുണ്ട്. ബാൻഡ് ടീം ഒട്ടകത്തിൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ശബ്ദങ്ങളൊന്നും ഇല്ലാണ്ട് കേട്ടുകൊണ്ട് തന്നെ അവർ ഇരിക്കുന്നത്. ഇതെന്താ, ഇത് മറ്റേ ഒട്ടകത്തിൻ്റെ വേസ്റ്റ് എടുക്കാനായിട്ട് അതിൻ്റെ പുറകിൽ തന്നെ വണ്ടിയുണ്ട്. പിന്നിൽ പരേഡ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകാണ്ടിരിക്കാനായിരിക്കും. ഇത് അടുത്ത NCC കേട്ടോ. NCCയിലെ പിള്ളേരാണ്, പൊളി പിള്ളേർ. ഇവരെയൊക്കെ ഇതൊക്കെ അവതരിപ്പിക്കാൻ അവർക്ക് ചാൻസ് കിട്ടി. അത് ഇത്രയും ചെറുപ്രായത്തിൽ അവരുടെ ബാൻഡ് ടീം ചെറുപ്രായത്തിൽ, അത് വലിയൊരു അവർക്ക് തന്നെ ഒരു അഭിമാനകരമായൊരു നിമിഷമായിരിക്കും. ഭാവിയിൽ എന്നും അഭിമാനിക്കാവുന്ന ഒരു സംഭവമായിരിക്കും അവരുടെ. ബോയ്സിൻ്റെ നേരത്തെ പോയത് ഗേൾസ് അല്ല, ഇപ്പോൾ വന്നത് ബോയ്സാണ്, ബോയ്സിൻ്റെ ടീം. എല്ലാ മതവിഭാഗക്കാരും ഉണ്ടെന്ന്, എല്ലാ മതവിഭാഗക്കാരും ലാംഗ്വേജുകാരും എല്ലാവരും ഉണ്ട്. കണ്ടോ, സിഖുകാരുണ്ട് ഇടയ്ക്ക്. നമുക്ക് ആ പ്ലോട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ആ സ്ക്രീനിൽ കാണിച്ചാണ് കേട്ടോ അത്. അയ്യോ, ഇതാരാന്ന് മനസ്സിലാകുന്നില്ല. NSS സ്കൗട്ട്സോ എന്തോ ആണ്. പക്ഷെ അവർക്ക് അത്ര ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നു. എന്നാലും ഇത് അവസാനമായിട്ട് മറ്റേ മഹാകുംഭമേളയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു കേട്ടോ. മഹാകുംഭമേളയുടെ ഇതുമായിട്ട് സെലിബ്രേഷനായിട്ട് ഫുള്ള് ഡാൻസ് ടീം, എത്രയോ കിലോമീറ്ററുകളോളം ഉണ്ടായിരുന്നു ഈ ഡാൻസ് ടീം. ഇപ്പോൾ നമ്മുടെ ഇതിന് മുമ്പിൽ കുറച്ച് പേരുണ്ട്, അതിന് മുമ്പിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിലോമീറ്ററുകളോളം ഇവർ ഉണ്ടായിരുന്നു ഡാൻസ്. അത് ഓരോരോ പാട്ട് ഓരോരോ ലാംഗ്വേജിലായിരുന്നു ഈ പാട്ട് ഒരേ ഭാരതത്തിൻ്റെ ഇത് എന്തോ പ്രകൃതിച്ചുകൊണ്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ അത് ഓരോ ലാംഗ്വേജിലും ആ ഋതത്തിനനുസരിച്ച് പാടി സെറ്റാക്കുന്നുണ്ടായിരുന്നു. എല്ലാ സ്റ്റേറ്റുകാരും ഉണ്ട്. അരുണാചലുകാർ, രാജസ്ഥാൻ. ഇത് കണ്ടോ, ഇത് ആന്ധ്രയുടെ ടീമാണെന്ന് തോന്നുന്നു. ആന്ധ്രയുടെ എത്ര ഫോട്ടോ കൊണ്ടാണ് അത് ഒരു വടിയുടെ മേലെ കയറി നിന്ന്. അത് അരുണാചൽ പ്രദേശുകാരാണെന്ന് തോന്നുന്നു. അത് അവരുടെ ഒരു വേഷം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതിൻ്റെ ഇടയിൽ മറ്റേ മേളക്കാരുണ്ട്, പിന്നെ വേഷം കെട്ടുകാർ. നമ്മൾ ഈ ഉത്സവത്തിന് മയിലും ആനയൊക്കെ ആയിട്ട് വേഷം കെട്ടില്ലേ, അതേപോലത്തെ ആൾക്കാരുണ്ട്. അവിടുത്തെ വളണ്ടിയേഴ്സ്മാരാണ്, ആർമിക്കാർ തന്നെയാണ്. CMBക്കാരെന്ന് പറയും ഇവർ, മിലിറ്ററിയിലെ പോലീസുകാരാണ് അവരാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ നിയന്ത്രണങ്ങൾ കാര്യങ്ങളുടെയൊക്കെ ചുമതലയുള്ളത്. ഓരോ സ്റ്റേറ്റുകാർ അവരവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നല്ല പാട്ട് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം. നല്ല ദേശഭക്തിയോടുകൂടിയുള്ളൊരു പാട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം. അതിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. പുറകിൽ നമ്മുടെ ഇന്ത്യയുടെയും ഇന്തോനേഷ്യയുടെയും ഫ്ലാഗുകൾ കാണാം. അത് വഴിനീളെ വെച്ചിട്ടുണ്ട്. വഴിനീളെ തെരുവിളക്ക് പോലെ സെറ്റപ്പ് ഉണ്ട്. സ്പീക്കറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അതിൻ്റെ മേലെ തന്നെയാണ് ഈ ഫ്ലാഗുകളും കാര്യങ്ങളും സ്ഥാപിച്ചിരുന്നത്. കുറച്ച് മുമ്പ് കണ്ട ആൾക്കാരല്ല കേട്ടോ. അയ്യോ, നമ്മുടെ ഡെയർ ഡെവിൾസ്. ഇവരെ ഡെയർ ഡെവിൾസ് എന്നാണ് വിളിക്കുക. മോട്ടോർ സൈക്കിൾ അഭ്യാസക്കാരാണ്. കണ്ടില്ലേ, എന്താ പറയുക, ഇതിനൊക്കെ ഒന്നും പറയാനില്ല. രോമാഞ്ചം. ഇതൊക്കെ അടുത്ത് നിന്ന് കാണണം. ആ രോമാഞ്ചത്തിൻ്റെ ഒരു പീക്ക് ലെവൽ അറിയണമെങ്കിൽ ആ ഒരു ദേശഭക്തി ഗാനവും ആ ഒരു ആംബിയൻസും കണ്ടില്ലേ, ഫുള്ളൊരു
ത്രിവർണ്ണ പതാകയുടെ ഒരു കളറും കാര്യങ്ങളും ആൾക്കാരുടെ ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചമാണ് ലൈഫിൽ ഒരു ആ, വലിയൊരു മൊമെന്റ് തന്നെയായിരുന്നു ഇത്. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ഒരു കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണത്. ശരിക്കും ലാസ്റ്റത്തെ ഇത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ എൻ്റെ കണ്ണി ശരിക്കും വെള്ളം വന്നു. ആ ഒരു ലാസ്റ്റ് ജനഗണമന പാടുമല്ലോ, അത് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു അവസ്ഥയിലെത്തി നമ്മൾ ലാസ്റ്റ്. അവിടുത്തെ ഒരു ആരവവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മോ, ഇതിനൊക്കെ എന്താ പറയാ, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് ഡേ വ്യോമസേനയുടെ പരിപാടികളാണ്. ആകാശത്തിലെ പിന്നെ ആകാശത്തിലോട്ടായിരുന്നു എല്ലാവരുടെയും കണ്ണ്. അതാ അവരുടെ ഓരോ ഇത് ഹെലികോപ്റ്ററാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഓരോ ഇതാണ് കേട്ടോ, ഓരോ സ്റ്റാൻഡുകളാണ്. ഒരെണ്ണം മുമ്പിൽ, രണ്ടെണ്ണം സൈഡിൽ, അതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്. ആ പേരുകൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് തൃശ്ശൂലം, ഇതിന് തൃശ്ശൂലം എന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. എന്താല്ലേ, അടുത്ത അടുത്ത ഒരു പൊസിഷനാണ്. ഒന്നും പറയാനില്ല. ആ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ യുദ്ധത്തിൻ്റെ ഓരോരോ മുറകളാണ്, യുദ്ധത്തിൻ്റെ ഓരോരോ പൊസിഷനുകളാണ്. അത് അവർക്ക് അറിയുന്നതാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. ഇന്ത്യ ഗേറ്റിൻ്റെ മുകളിലൂടെ അത് പറന്നു പോകുന്ന കാണാൻ തന്നെ എത്ര മനോഹരമായിരുന്നു എന്നറിയും. അടുത്തത് ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു 5 വയസ്സിന് പ്രായം കുറവുള്ള കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു. അവരുടെ ഇത് കഴിഞ്ഞില്ല കേട്ടോ, അത് ആകാശത്ത് പോയിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂലം, ഇതാണ് ശരിക്കും തൃശ്ശൂലം എന്ന് പറഞ്ഞിരുന്നത്. തൃശ്ശൂലം എന്ന് പറയുന്ന ഒരു ഇതാണത്. ഇതിലെന്തേലും കണ്ടോ, ഒരു റാഫേലായിരുന്നു അത്. ഇന്ത്യയുടെ അഭിമാനമായ റാഫേൽ കുതിച്ചു പൊന്തി പോകുമായിരുന്നു. അതിനെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് ഒരു സ്പീഡിലും കാര്യങ്ങളിലും.